മലയാളത്തിൻ്റെ പരിമിതമായ ബജറ്റിൽ നിന്നുകൊണ്ടൊരു വേൾഡ് ജോണർ ചിത്രം. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ ഗഗനചാരി. ചിത്രത്തിൻ്റെ സംവിധായകൻ അരുൺ ചന്തു ഇപ്പം നമുക്കൊപ്പമുണ്ട്. നമസ്കാരം അരുൺ. ഒരുപക്ഷേ മുൻ മാതൃകകളില്ലാത്തൊരു ചിത്രം എന്ന് വേണമെങ്കിൽ ഗഗനചാരിയെ പറയാം. മാത്രമല്ല വലിയ റിസ്ക് ഉണ്ട്. കാരണം ഇത്തരം കഥാപരിസരം മലയാളികൾക്ക് മുൻപ് പരിചയമില്ല. അതുകൊണ്ട് തന്നെ അത് പരിചയപ്പെടുത്തുന്നതൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉള്ളതാണ്. പക്ഷേ ഈ ചിത്രം സംവിധാനം ചെയ്തു, ഇറങ്ങി, ഇപ്പോൾ ഇതാ സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി പരാമർശം കൂടി നേടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? മലയാള സിനിമയിൽ തീർത്തും പരിചയമില്ലാത്തൊരു ചുറ്റുപാടിൽ നിന്ന് വരുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം കുറേ മുൻവിധികളുണ്ടായിരുന്നു. ഇതിനൊരു കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷനിലേക്കൊന്നും പോകില്ല എന്നൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ റിലീസ് സമയം തൊട്ട് തന്നെ തകിടം മറിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു തിയേറ്ററിലൊക്കെ നമുക്ക് വന്നിരുന്നൊരു റെസ്പോൺസ് തന്നെ ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഇപ്പോൾ ഈ അവാർഡിൽ വന്നിരിക്കുന്നത് ഒരു ഫുൾ ക്ലോഷർ കിട്ടിയ പോലെയാണ്. ശരിക്കും ഒരു സയൻസ് ഫിക്ഷൻ മോക്യുമെൻ്ററി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലത്ര പരിചയമില്ലെങ്കിലും പുറത്തൊക്കെ മോക്യുമെൻ്ററി എന്നൊക്കെ പറയുന്നത് വളരെ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു ജോണറാണ്. അപ്പം അങ്ങനെ ഒരു ആക്ഷേപഹാസ്യം എന്നുള്ളൊരു മീഡിയം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോക്യുമെൻ്ററി പോലത്തെ ഒരു മീഡിയം നമുക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ ശരിക്കും അവാർഡ്സ് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായത്, പണ്ടൊക്കെ നമ്മൾ ഈ ഓഫ് ബീറ്റ് എന്ന് കരുതിയിരുന്നത്, അല്ലെങ്കിൽ അവാർഡ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ കോട്ട്സ് ഇട്ട് വിളിച്ചിരുന്നത് പഴയ നമ്മളെപ്പോഴും കളിയാക്കുന്ന അവാർഡ് സിനിമയുടെ ശൈലികൾ ടെംപ്ലേറ്റിലുള്ള സിനിമകളായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമയെ ഒരു സയൻസ് ഫിക്ഷൻ മോക്യുമെൻ്ററിയെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര സമിതി അപ്രിഷ്യേറ്റ് ചെയ്തപ്പോൾ അത് ഇതേപോലെയുള്ള ഒരുപാട് സിനിമകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പുതിയൊരു യങ് ജനറേഷൻ വലിയ പ്രചോദനമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു മേജർ ടേക്ക് അവേ. എനിക്ക് ഒരുപാട് മെസ്സേജസ് ഈ സിനിമ റിലീസായി കഴിഞ്ഞ ശേഷം വരാറുണ്ടായിരുന്നു. ചേട്ടാ, ഞങ്ങളുടെ മൈൻഡിൽ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഫിലിമുണ്ട്, ചെയ്യണമെന്നുണ്ട്, അപ്പം മലയാളത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. അപ്പം അവർക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ അവാർഡ് എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ ചിന്തിക്കാമെന്നും അതിനൊരു കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടെന്നും അത് തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസിലേക്ക് പോകുമെന്നും ഒരു ഒരു ഇൻസൈറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സിനിമയുടെ കഥാപരിശ്രമം എന്ന് പറയുന്നത് ഒരു 20 വർഷത്തിനപ്പുറം നടക്കുന്ന ഒരു കഥാസന്ദർഭമാണ്. അപ്പോൾ തീർച്ചയായും അതിൽ വന്ന് ചേർന്നേക്കാവുന്ന ചില അതിനാടകീയ രംഗങ്ങളൊക്കെ ഉണ്ട്. അത് ഒരുപക്ഷെ മലയാളികൾ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ ഗഗനചാരിയെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മലയാളികൾ തീർത്തും ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ അത് ആ ഒരു നാടകീയത ഒഴിവാക്കി ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാനെന്നത് അതൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പഠനം ഏത് രീതിയിലായിരുന്നു? നല്ല റിസർച്ച് ഉണ്ടായിരുന്നു. നല്ല റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സോഷ്യോ എക്കണോമിക് ഫാബ്രിക്കിനെ മനസ്സിലാക്കി മലയാളികളുടെ ട്രേറ്റ്, അല്ലെങ്കിൽ മലയാളികളൊന്നും ഒരിക്കലും മാറില്ല, ഭാവിയിലായാലും മലയാളികളുടെ രീതിയിൽ തന്നെ നിലകൊള്ളും എന്നൊക്കെയുള്ള ആ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സമീപിച്ചത്. അപ്പം ഇതിനകത്ത് സയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 20 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ വടക്കൻ കേരളം മുഴുവൻ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി പോയി കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഈ ലാൻഡ് സ്ലൈഡും വെള്ളപ്പൊക്കവും ഒക്കെ നമുക്ക് ഗഗനചാരിയിലും കാണാൻ പറ്റും. അതൊരു നമ്മളൊക്കെ ഒരു റൈസിങ് സീ ലെവലിന് മുമ്പിൽ നിൽക്കുന്ന വളരെ സബ്മേർജ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് നമ്മളുടെ ഈ സ്റ്റേറ്റ് ഉള്ളത്. അപ്പം 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സിനാരിയോ കാണിക്കാനായിട്ട് വെള്ളമില്ലാത്ത ഭയങ്കര ഡ്രൈഡ് ആയിട്ടുള്ള ഒരു ഹോളിവുഡ് സിനാരിയോ ആലോചിച്ച് പോകേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. എനിക്ക് ഇപ്പം നമ്മളുടെ എന്താണ് നമ്മൾ മുന്നിൽ കാണുന്നത് അത് 20 വർഷം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഉള്ള വ്യക്തമായിട്ടൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഹാർഡ് ഹീറ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളെ പക്ഷേ അത്രയും സീരിയസ് ആയിട്ട് തന്നെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ജനങ്ങളത് കാണുമെന്നുള്ള ഡൗട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ കോമഡിയുടെ സഹായത്തോടെ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു മേമ്പടിയോടുകൂടി നമ്മളിതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. മറ്റത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം പരീക്ഷണ ചിത്രങ്ങൾ ഇറക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാണ് ഈ ഒരു അവാർഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക പരാമർശം എന്ന് പറയുന്നത്. ആ രീതിയിൽ പരീക്ഷണ ചിത്രം ഇറക്കുന്ന ആളുകൾക്ക് അവരോട് എന്താണ് താങ്കൾ? ഒരിക്കലും പരീക്ഷണ ചിത്രം എന്നുള്ളൊരു ലേബിൾ തന്നെ മാറ്റണമെന്ന് ഞാൻ പേഴ്സണലി അവരോട് പറയും. ബിക്കോസ് നമ്മൾ ഈ പരീക്ഷണം എന്ന് പറയുന്നത് ശരിയാണ്, നമ്മളൊരു എക്സ്പെരിമെൻ്റൽ രീതിയിൽ നമ്മളൊരു സിനിമയെ സമീപിക്കുന്നു. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ റീജിയണാലിറ്റിയിൽ മാത്രമാണ് ഇതിനൊരു പരീക്ഷണം ലേബിളുള്ളത്. പുറത്തൊക്കെ ഇതെല്ലാം സ്വീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ആൾക്കാർക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ജോണറാണ്. അപ്പം തീർച്ചയായിട്ടും വേൾഡ് സിനിമകൾ കാണുന്ന ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ജോണേഴ്സ് അറിയാവുന്ന ഇതുപോലത്തെ യങ് എമർജിങ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനോട് നിങ്ങളുടെ മനസ്സിനുള്ള സിനിമയെ ഫോളോ ചെയ്യുന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സയൻസ് ഫിക്ഷൻ എന്നതിനപ്പുറം ചിത്രം ചില രാഷ്ട്രീയ അടരുകൾ കൂടി ആ ചിത്രത്തിലുണ്ട്. അതിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത്? തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എത്രത്തോളം രീതിയിലൊരു റിലീജിയസ് രാഷ്ട്രീയപരമായിട്ടുള്ള പോളറൈസേഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ 20 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥയിൽ ഒരു മിലിറ്ററി സ്റ്റേറ്റോ അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ വരെ കൈകടത്തുന്ന ഒരു സുപ്രീം, ഞാനതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോർജ് ഓർവെലിൻ്റെ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന് 1984 ഒരു കോട്ടാണ് ഞാനതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബിഗ് ബ്രദർ നമ്മളുടെ എല്ലാ കാര്യത്തിലും, നമ്മളുടെ നിത്യജീവിതത്തിലും നമ്മളുടെ എല്ലാ രീതിയിലുള്ള
നമ്മളുടെ ചുറ്റുപാടുകളിൽ കൈകടത്തുന്ന ഒരു ഏജൻസി ഉണ്ടാവും, ഒരു രാഷ്ട്രീയപരമായുള്ള കൈകടത്തൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു പോളറൈസേഷൻ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന അതേ സമയത്ത് തന്നെ ഫ്യൂച്ചറിൽ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഡിപിക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതുണ്ടാവാതിരിക്കാനും കൂടിയാണ്. നമ്മൾ അതിൻ്റെ ഒരു ചെറുത്തുനിൽപ്പാണ് നമ്മളുടെ സൗത്ത് അല്ലെങ്കിൽ നമ്മളുടെ കേരളം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഈ കഥ പറയാൻ സാധിക്കുകയുള്ളൂ. അതിനെപ്പറ്റി എനിക്ക് 100% ഉറപ്പുണ്ട്. എനിക്ക് ഒരിക്കലും ഈ കഥ കേരളത്തിന് പുറത്ത് ഉള്ളൊരു ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ലെന്നും എനിക്ക് ധാരണയുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ പുതിയ ജോണറുള്ള കഥകൾ കയ്യിലുണ്ടോ? എങ്ങനത്തെ സിനിമകൾ ഇനി വരുമോ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. എനിക്കിപ്പോൾ ഈ തന്നേക്കുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലഭിച്ചേക്കുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ആയി പോവാതെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്ത് ഇനി മുഖ്യധാരയ്ക്ക് വേണ്ടിയിട്ട് മുഖ്യധാര സിനിമകൾ പടച്ചുവിടാം എന്നുള്ളൊരു ധാരണയൊന്നുമില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നേക്കുന്ന ആ ഒരു ആർജവം എൻ്റെ അടുത്ത സിനിമകളിലേക്കും പകരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നലെ എനിക്ക് ശരിക്കും സർപ്രൈസ് ആയിരുന്നു. എന്നാലും അവാർഡ് കിട്ടിക്കഴിഞ്ഞ സമയത്ത് എനിക്കിപ്പം എഗെയിൻ നമ്മുടെ ജൂറിയോട് നമുക്ക് അകമഴിഞ്ഞ് നന്ദിയും അതേപോലെ തന്നെ നമ്മളുടെ മുൻവിധിയാണ് അത്. നമ്മൾ പ്രേക്ഷകർക്ക് ഇത് മതിയെന്ന് നമ്മൾ കുറേ ക്ലീഷേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പ്രേക്ഷകനെ നമ്മൾ കുറച്ച് കാണുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജൂറിയെയും ഇങ്ങനൊരു അവാർഡ് കിട്ടില്ലെന്നുള്ള രീതിയിലൊക്കെ നമ്മളുടെ മുൻവിധിയോട് കണ്ടതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഹാപ്പിയാണ് അങ്ങനത്തെ രീതിയിൽ ജൂറി നമ്മളോട് ഇത്രയും ഇങ്ങനത്തെ ഒരു വളരെ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കുകയും അതിനെ ഒരു സ്പെഷ്യൽ മെൻഷൻ ചെയ്തതിന് എത്രയെന്ന് പറയുന്നത് വലിയ പ്രചോദനമാണ്. എനിക്കും മാത്രമല്ല ഈ എമർജിങ് ഫിലിം മേക്കേഴ്സിനും വലിയ പ്രചോദനമായിരിക്കും തോന്നുന്നത്. എന്തായാലും വളരെ സന്തോഷം ഈ അവാർഡ് കിട്ടിയതിൽ. ഇനിയും പുതിയ ജോണറുകളായിട്ട് മലയാളികൾക്ക് മുമ്പിലേക്ക് എത്താൻ സാധിക്കട്ടെയുണ്ട്. എന്തായാലും അരുൺ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പുതിയ പരീക്ഷണ ചിത്രങ്ങൾ ഇറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രചോദനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രത്യേക ജൂറി പരാമർശം എന്ന് പറയുന്നത്. ആ രീതിയിൽ പുതിയ സിനിമകളുമായി അരുണിനെ നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.